ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, റോട്ടിൽ കയറാൻ പോകണം. സമയം വരെ റൂട്ടിൽ കയറാൻ പോകും. അല്ല, ഇന്ന് സൂര്യപ്രകാശം വന്നാട്ടാ. ഇന്നലെയും ഇതേ സമയത്താണ് പോയത്, പക്ഷെ ഫുള്ള് ക്ലൗഡി ആയിരുന്നു. ടൈമൊക്കെ മാറി, ചൂട് കൂടാനുള്ള സമയം തുടങ്ങി. പക്ഷെ എന്നാൽ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടൊന്നുമില്ല, ചേഞ്ച്. എല്ലാം ചിക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഇതെല്ലാം പ്രശ്നമില്ല, ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. നമ്മളത് ഡൗൺ ആവണുണ്ട്, സൈഫ ഡൗൺ ആവണുണ്ട്. പിന്നെ വേറെ എപ്പോഴും നോക്കണത് അത് കുറച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അവർ ചെന്ന് കൂട്ടിക്കോളും. മറ്റതിന് വൈകുന്നേരം കൺട്രോൾ ചെയ്താൽ മതി. രാത്രി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതിന് വീണ്ടും 10 കൂട്ടി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നോക്കിക്കൊണ്ടിരിക്കണം. മറ്റേ പുള്ളി ഇനി പോരും. ഇനി എത്ര അരമണിക്കൂർ കൂടി ഉണ്ട്. ഇനി പുള്ളി വരും. ഇനി അടുത്ത് നേരെ പോയി ഫുഡ് കഴിക്കും. ലേറ്റായി എന്ന് പറഞ്ഞാൽ വിചാരിച്ച സമയം വേറെ, പോകുന്ന സമയം വേറെ. ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, സമയം പോയതേ അറിഞ്ഞില്ല. അതുകൊണ്ട് അതാണ് കാര്യം. ഇനിയിപ്പോയൊന്ന് ഫുഡ് കഴിക്കട്ടെ. ബൂസ് വാങ്ങിച്ചോണ്ടോ, ഇതും കഴിച്ചൊന്ന് സെറ്റാകും. ഇതും കഴിച്ചിട്ട് പോകണം. ഇപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഫോണും ചാർജ് ചെയ്തിട്ട് ഇനിയിപ്പോൾ മറ്റേ പുള്ളിക്കാരൻ പോകാൻ പോകും. ഞാൻ ഫോൺ എടുക്കാൻ വന്നായിരുന്നു. ഇന്നത്തോടെ പുള്ളിയുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാം. ഇനി നാളെ തൊട്ട് വേറെ ആൾ. ഇത് അങ്ങനെ 1 തീയതി തൊട്ട് 15 വരെ. അടുത്ത് 15 തീയതി തൊട്ട് 30. ഇത് രണ്ടാഴ്ച അങ്ങനെയാണ് അവരാ. രണ്ടാഴ്ച ഇനി പുള്ളി പോവും. ഇവിടെ നിന്ന് ഏകദേശം ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. 200 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് പുള്ളിയുടെ വീട്ടിലോട്ട്. പുള്ളി ഇവിടെ റെൻ്റ് എടുത്ത് നിൽക്കുന്നതാണ്. പിന്നെ നേരെ അങ്ങ് പോകും. ഞാനും അങ്ങ് പോട്ടിന്. ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇതല്ലേ ഞാൻ പുള്ളിയുടെ അടുത്ത് കലഹടിച്ചുകൊണ്ടിരുന്നതാ. അതായത് ഡ്രസ്സും കേക്കും കണ്ണാടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടല്ലേ. ചുമ്മാ ഒരു രസം, ലൈക്ക് ഫ്രണ്ട്സാണ്. ഇവിടുത്തെ ഒരു ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ട്, ഒമാനിയുള്ള. നല്ലൊരു പുള്ളി. ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കണേ. ഇനി അത് തന്നെ പുള്ളി ഇറങ്ങി പോയി പറഞ്ഞ ടൈമായി. ഇനി നോക്കട്ടെ. ഇവിടെയും കുഴപ്പമില്ല. ഇനി അടുത്ത് പഴയതിൻ്റെ അവിടെ പോകും. പഴയതിൻ്റെ അവിടെ എത്തി. അവിടെ ഒന്ന് നോക്കുക. അവിടെ ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നോക്കട്ടെ. എന്താ അത് അവയെടുത്ത് പച്ചവെടുത്തിട്ടെന്ന് തോന്നുന്നു. രാവിലെ അവൻ ചിക്കൻ വന്നപ്പോൾ കണ്ടെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല. ഇതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അതുകൊണ്ടാണ് ഇത്തിരി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇവിടത്തെ മറ്റേത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. അവിടെ ഇതുപോലെയൊക്കെ വന്നു നമ്മളെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യുക. കാരണം അത് വർക്കായി തുടങ്ങിയിട്ടില്ല. ഇനി അടുത്ത് പോയി ഒന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. അതിന് അടുത്ത് എനിക്കൊരു കോൾ വന്ന് പറഞ്ഞായിരുന്നു, ഇത് ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇതുപോലത്തെ നമ്മളിവിടെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം എന്തോ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ക്ലീൻ ചെയ്യണം എങ്ങനെയാണ് ഇതിനകത്ത്.
ഈ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അതായത് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നതിന് 3 മാസം മുമ്പ് എന്തു. അതിനുശേഷമാണ് എനിക്ക് തോന്നി കണ്ടിന്യൂ ഡെയിലി വ്ളോഗ് പോലെ ചെയ്തിരുന്നു. മടിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, ഒരിടം പോണില്ലല്ലോ എന്നുള്ള വിചാരിച്ചാണ് മടിച്ചിരുന്നത്. എന്താണ് അങ്ങനെ തുടങ്ങിയതാണ്. പൂവോ എന്തിനാ എന്നോട്ട് ഇപ്പം അത് നോക്കിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. കണ്ട കാക്കകത്ത് ഒരെണ്ണം പൂ വരും. ഇതൊരു യൂണീക്കാണ്. ചുമ്മാ ക്ലീനാക്കി വിടുക. പക്ഷെ മുള്ളു മാത്രമുള്ളതാണ്. ഒന്ന് കരിഞ്ഞു ഉണങ്ങി പോവും. ഇതിനു മുമ്പ് വന്നത്. ഇപ്രാവശ്യം ഇതുപോലെ വരുമല്ലോ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെയും ചെടി നടണം തോന്നണം കേട്ടോ. ഇവിടെ എടുത്ത് തുടങ്ങി നടുവരിക്കും. ഇടയ്ക്ക് തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നിർത്തിയായിരുന്നു. ഇവിടെ പൂർണ്ണം വെച്ച് സെറ്റായി. ഇപ്പം കാണാൻ ഒരു കുമുത്തുണ്ട്. ഇനി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടേക്കൊന്ന് വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. ഇതിലും പൂവുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ശ്രദ്ധിച്ചത്. അയ്യേ, ഇതെനിക്ക് തോന്നുന്നു അതുപോലെ കാക്കയത്തേന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പൂ ഉണങ്ങിയതായിരിക്കും. പോളിനേഷന് വേണ്ടിയുള്ള അതാണെന്ന് തോന്നുന്നു. പോളിനേഷന് വേണ്ടിയുള്ളതെന്ന് തോന്നുന്നത് കേട്ടോ. ഇത് ആശയം വേറെ ലെവല. ഈ ആശയം വേറെ ലെവല. അതിൻ്റെ മണ്ടേ കയറാൻ പറ്റൂല. ഭയങ്കര പാടാട്ടാ. ഇത് കഴിഞ്ഞ പ്രാവശ്യം എത്ര 12, 13 അല്ല 18 കുല വന്നു. അതായത് ഇതിൻ്റെ കായിര ഞാൻ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഈ പ്രാവശ്യം ഇതാവട്ടെ. അടുത്ത് ശരിക്കും ഫുള്ളൊന്ന് വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. സമയമായി. വെള്ളം ഒഴിച്ച് ഇനി ഒരു 5-10 മിനിറ്റും കൂടി ഇരുന്നിട്ട് കുളിച്ച് സെറ്റാവണം. ഇത് തന്നെ ഇരിക്കുകയായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യണം. അതിപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് കയ്യെ കുറച്ച് നേരം ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് അവിടെ ഇരിക്കണം. അതേ വെറൈറ്റി പിടിച്ചതാ. സൺസെറ്റ് ആവണേ ഉള്ളൂ. ഇനി ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് പോകും. ഇപ്പോഴത്തേക്കും ഞായറാഴ്ച രാത്രിയുള്ള ഫുഡ് ഇപ്പോൾ കഴിക്കാൻ. ഇന്നലെ 6 എണ്ണത്തിൽ 5 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കുബൂസ്. ഇതും കഴിച്ചിട്ട് സൺസെറ്റ് എടുക്കാൻ പോകണം. അത് തന്നെ. ഇതിനെ ഒന്ന് റോളാക്കുക, കഴിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ പോയി സൺസെറ്റ് നോക്കി ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാക്കുക. എൻ്റെ പരിപാടി നോക്കുക. അത്ര തന്നെ. ഇന്നൊക്കെ ദിവസമൊക്കെ പെട്ടെന്ന് പോകണം. ഇപ്പോൾ ഒരു പിടിയില്ല കേട്ടോ. ഭയങ്കര ഫാസ്റ്റ് പോകുന്നു ദിവസമൊക്കെ. റൂട്ട് ചേഞ്ചായിട്ട് 2ാമത്തെ മാസം പാതി അടുപ്പിച്ചാവാറ്. എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ നമ്മളൊക്കെ. വ്യത്യാസമായിട്ടും എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും നടക്കണില്ല. പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഒന്നും നടക്കൂല. നമ്മൾ ഫ്രീ അല്ലാത്തതുപോലെ. എന്നാൽ ഫ്രീ ആണെന്ന് വെച്ചാൽ ഫ്രീ ആണ്. എന്നാ മനസ്സിലായോ? ഫ്രീ ആണോന്ന് വെച്ചാൽ ഫ്രീ ആണ്, എന്നാൽ ഫ്രീ അല്ല. ഇപ്പം അങ്ങനത്തെ ഒരവസ്ഥ. ഇതാണ് പെർഫെക്റ്റ് ടൈമിങ്. പക്ഷെ കാണാൻ രസമുണ്ടോയെന്ന് ചോദിച്ചാൽ സാധനം കൊള്ളാം. പക്ഷേ മേഘമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഗത്ത് പോരാ അതിൻ്റെ.
എൻ്റെ ബ്യൂട്ടി ഒരു പ്രാവശ്യം ഒറിജിനലിൽ കിട്ടിയിട്ടുള്ളൂ എനിക്ക്. ഞാൻ ഇവിടെ വന്ന് കണ്ടേ ഒറ്റ ഒരു പ്രാവശ്യം. അതിൻ്റെ ഫോട്ടോ മാത്രം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഫോൺ. ഫുള്ളൊന്ന് ലൈറ്റ് സെറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കാൻ. അടുത്തുള്ളത് BPS അല്ല സൈഫ ഓപ്പൺ ചെയ്യണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇനി അവൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്യണം. ലെവൽ നല്ല ഡൗണാണ്. നമ്മളേലും വെള്ളമില്ല, നമ്മളേലും ലെവലിൽ നല്ല ഡൗണാണ്. 3.66 ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂട്ടി വെച്ചിട്ടും കാര്യമില്ല. അവിടെ ആ പമ്പ് ഓണല്ല. അത് ഓൺ ചെയ്തിട്ട് പഴയ വെള്ളം കയറുള്ളൂ. അത് ഓണാക്കിയിട്ടും വെള്ളം കയറിയില്ലെങ്കിലാണ് പ്രശ്നം. ഓണാക്കി വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. MBS അതാണ് അങ്ങനത്തെ കാര്യം. പിന്നെ അടുത്തുള്ളത് എല്ലാം കുഴപ്പമില്ല. അതുകൊണ്ട് ഒരെണ്ണം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് കുറയ്ക്കണം. പിന്നെ ഒരെണ്ണം മെയിൻലി ലെവലിൽ കയറി, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുത്തായിട്ട് കൊടുത്തേ ഉള്ളൂ. അതും വിളിച്ച് പറഞ്ഞു, അതും സെറ്റ് ചെയ്തു. അതെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.